ഹായ്, ഓടത്തി കിച്ചണിലേക്ക് സ്വാഗതം. നല്ല സ്വാദിൽ എളുപ്പത്തിൽ അച്ചപ്പം ഉണ്ടാക്കാം. അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം പൊടിച്ച അരിപ്പൊടിയാണ്. പുട്ടുപൊടിയല്ല, ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി. പൊടിച്ച് വറുത്തതാണിത്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കണക്കിലാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. നാളികേരപ്പാലിന് വേണ്ടി മിക്സിയിൽ അടിച്ചെടുക്കാം. ചിരട്ടയിൽ നിന്ന് കത്തി കൊണ്ട് വരഞ്ഞെടുത്ത കഷ്ണങ്ങളാണിത്. ചെറുകാണ്ട് എളുപ്പത്തിൽ ഇങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ 1 നാളികേരമുണ്ട്. കട്ടിപ്പാൽ വേണം. ഇനി മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ നാളികേരം ചിരകിയ പോലെ ആയിട്ടുണ്ട്. ഇനി പിഴിഞ്ഞെടുത്ത് മാറ്റിവെക്കാം. മിക്സിയിലേക്ക് അരിപ്പൊടി ഇടാം. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം യോജിച്ച് കിട്ടും ഇങ്ങനെയാവുമ്പോൾ. ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പഞ്ചസാര ചേർക്കാം. 5 ടേബിൾ സ്പൂൺ ചേർക്കാം. മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒരു 3.5 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇനി പിഴിഞ്ഞെടുത്ത് വെച്ചേക്കണ നാളികേരപ്പാൽ ചേർക്കാം. 1 പാലാണ്, അത് 1 കപ്പുണ്ട്. 2 പാലും കൂടി ചേർക്കാം. 1/2 കപ്പാണിത്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കട്ട കെട്ടാണ്ട് നല്ലോണം യോജിച്ച് കിട്ടും. ഒരു 1-1.5 മിനിറ്റ് പൾസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലോണം യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ബൗളിലേക്ക് മാറ്റാം. ഒരു 15 മിനിറ്റ് നേരം അടച്ച് മാറ്റി വയ്ക്കാം. മാക്സിമം 20 മിനിറ്റ് വരെ ആവാം, അതിലും കൂടുതൽ വെക്കേണ്ട. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി എള്ള് ചേർത്തിട്ട് ഇളക്കാം. 1 ടേബിൾ സ്പൂൺ എള്ളെടുത്തിട്ടുണ്ട്. അരിപ്പൊടിയുടെ രീതി അനുസരിച്ചാണ് കൺസിസ്റ്റൻസി. വല്ലാണ്ട് തിക്കാണെങ്കിൽ വെള്ളത്തിരി ചേർത്തിട്ട് ലൂസാക്കാം. ചീനച്ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. ഡീപ് ഫ്രൈ ആണ്, അപ്പോൾ നല്ലോണം വെളിച്ചെണ്ണ വേണം. എണ്ണ നല്ലോണം ചൂടാവണം. ഇനി അച്ചപ്പം ഉണ്ടാക്കാനുള്ള അച്ച് എണ്ണയിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. എന്നാലേ മാവ് അച്ചിൽ പിടിച്ചു വരുള്ളൂ. ഇനി എണ്ണയിൽ നിന്ന് എടുത്തിട്ട് അച്ച് മാവിൽ മുക്കാം. അച്ച് മുഴുവനും മുങ്ങിപ്പോവരുത്. ഇനി പതുക്കെ എണ്ണയിൽ ഡിപ്പ് ചെയ്യാം. 4-5 സെക്കൻഡ് കഴിയുമ്പോൾ ഇങ്ങനെ പതുക്കെ അനയ്ക്കുക. അച്ചപ്പം വിട്ട് വന്നോളും. എണ്ണയുടെ ചൂട് നോക്കിയിട്ട് ഇടയ്ക്ക് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി തിരിച്ചിടാം. ഇപ്പോൾ ഇത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കും. എണ്ണയിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ ഇത്തിരി ചൂടാറുമ്പോൾ ക്രിസ്പി ആയിക്കോളും. വലിയ ചീനച്ചട്ടിയിലാണെങ്കിൽ ഒരേ സമയം 4-5 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അച്ചപ്പം വിട്ട് വന്നു കഴിഞ്ഞാൽ ആ അച്ച് എണ്ണയിൽ തന്നെ വെച്ച് ചൂടാക്കാനും പറ്റും. ഇങ്ങനെ ഓരോന്നായിട്ടുണ്ടാക്കാം. ഓരോ തവണ ചൂടുള്ള അച്ചാണ് മാവിൽ മുക്കണത്. അതുകൊണ്ട് മാവ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അല്ലെങ്കിൽ മാവിൻ്റെ മോൾഭാഗം കട്ടിയാവും അച്ചിൻ്റെ ചൂട് തട്ടിയിട്ട്. അച്ച് മുഴുവനും മാവിൽ മുങ്ങിയാൽ ഷേപ്പ് ഉണ്ടാവില്ല. മാത്രമല്ല എണ്ണയിലിട്ടാലും അച്ചപ്പം വിട്ട് വരില്ല. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഇത്. മാവ് തയ്യാറാക്കണ നേരെ വേണ്ടു. എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചാൽ കുറച്ച് ദിവസം കേടുവരാണ്ടിരിക്കും. ഇതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടിരുന്നോളും. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഓടത്തി കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.